ഗുഡ് മോർണിംഗ്. ഇപ്പോൾ വേദിയിലുള്ള ഏറ്റവും ആദരണീയരായിട്ടുള്ള വ്യക്തികളെ, മൈ ഡിയർ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, പേരൻസ്, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വർഷം ജൂൺ 1-ാം തീയതി പ്രവേശനോത്സവം. നിങ്ങളെല്ലാവരും 2 മാസം ഏറ്റവും മനോഹരമായ രീതിയിലാണോ വേനലവധി ആഘോഷിച്ചത്? എല്ലാവരും സന്തോഷമല്ലേ? അപ്പോൾ എനിക്ക് ബ്രിജിറ്റ് മിസ്സിനെ നേരത്തെ അറിയാം. കണ്ണമാലി സെൻറ്റ് ജോസഫ് സ്കൂളിൽ വെച്ച് തന്നെയുള്ള പരിചയമാണ്. പക്ഷേ ഞാനിവിടെ നേരത്തെ വന്നിട്ടുണ്ട്, സെൻറ്റ് അഗസ്റ്റിൻ സ്കൂൾ അരൂരിൽ. അപ്പോൾ വീണ്ടും ജൂൺ 1-ാം തീയതി പ്രവേശനോത്സവത്തോടുകൂടി ഇവിടെ വരാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ വായിക്കാറുണ്ടോ? പുസ്തകം വായിക്കുന്നുണ്ടോ? പത്രം വായിക്കുന്നുണ്ടോ? പത്രം വായിക്കുന്നവർ എത്ര പേരുണ്ട്? ഒന്ന് കൈപൊക്കിക്കേ. പുസ്തകം വായിക്കുന്നവരോ? പുസ്തകം ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പുസ്തകങ്ങൾ, ബാലരമയോ പൂമ്പാറ്റയോ അങ്ങനെ മാജിക് പോട്ട് പല രീതിയിലില്ലേ? അതൊക്കെ വായിക്കുന്നവരൊന്ന് കൈപൊക്കിക്കേ. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരോ? മൊബൈൽ ഫോൺ ആരുമില്ലേ? സത്യം മാത്രമേ പറയാവൂ. 2 പേരോ 3 പേരോ ഉള്ളോ? ബാക്കി ആരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നില്ല? പേരൻസിനോട് ചോദിക്കട്ടെ. ഇവരെല്ലാം നല്ല കുട്ടികളാണല്ലോ, ഫോൺ യൂസ് ചെയ്യുന്നേ ഇല്ല അല്ലേ? അപ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ വേൾഡ് വൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കുകൾ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഗാഡ്ജറ്റ് അഡിക്ഷൻ, അതായത് മൊബൈൽ ഫോൺ ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറയുന്നത് ഡ്രഗ് അഡിക്ഷനേലും വേഴ്സാണ്, ഏറ്റവും ഭീകരമാണ്. കാരണം ഇത് നമ്മുടെ കയ്യിൽ എപ്പോഴും അവൈലബിൾ ആണ്. ഇത് നോക്കി നോക്കി നമുക്ക് വേണ്ടതും അനാവശ്യമായിട്ടും ഉള്ള കുറേ നോളജും ആവശ്യമുള്ളത് ഇല്ലാത്തതായിട്ടുള്ളതൊക്കെ കയറ്റി നമ്മൾ ക്ഷീണിക്കുകയും അതുമൂലം ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ബിഹേവിയറൽ ഡിസോർഡേഴ്സ്, ടെൻഷൻ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡേഴ്സ് എന്നുള്ള രീതിയിലുള്ള റെസ്റ്റ്ലെസ്നെസ്, മാനസിക ആരോഗ്യം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വർഷം ജൂൺ 1-ാം തീയതി തുടങ്ങി ഈ ഒരു വർഷവും തുടർന്നുള്ള കാലഘട്ടങ്ങളിലും നിങ്ങൾ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കണക്ക് കാണിക്കുന്നത് ഈ തലമുറ എന്ന് പറയുന്നത് നേരത്തെ തലമുറയെക്കാട്ടിലും ഹാപ്പിനെസ് ലെവലിൽ വളരെയധികം താഴോട്ടാണ്. ഇന്ന് എന്തൊക്കെ കാണിച്ചിട്ടും ആരും ഹാപ്പി അല്ല. നിങ്ങളൊക്കെ ഹാപ്പി ആണോ? ഹാപ്പി ആണല്ലോ അല്ലേ? കയ്യിലെ ബട്ടർഫ്ലൈ പോലെ എല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലേ? പക്ഷേ ഹാപ്പിനെസ് ലെവൽസ് കുറവാണ്. പിന്നെ EQ, ഇമോഷണൽ ഇൻ്റലിജൻസ്, കാരണം നമുക്ക് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അനാവശ്യമായിട്ടുള്ള ദേഷ്യം, കോപം, വെറുപ്പ്, അസൂയ, ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിനെ സ്വതന്ത്രമാക്കാൻ സാധിക്കണം. അപ്പം നമുക്ക് ഇന്ന് ലോകത്ത് വേണ്ടത് ഇനിയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഡോക്ടേഴ്സും എൻജിനീയേഴ്സും അങ്ങനെയുള്ള IT ഫീൽഡിലുള്ളവരെക്കാട്ടിലും കൂടുതൽ ലോകത്തെ സ്നേഹിക്കുന്ന, മനുഷ്യരെ സ്നേഹിക്കുന്ന, നന്മയുള്ള, നല്ല ഹൃദയമുള്ള, കരുണയുള്ള, ആർദ്രത, കമ്പാഷൻ, സെൽഫ്ലെസ് ആയിട്ടുള്ള വ്യക്തികളെയാണ് ഇനി ലോകത്തിന് ആവശ്യം. അതാണ്. അപ്പം നമുക്ക് എങ്ങനെ ആകാൻ സാധിക്കും? മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുക. ഒരു വാക്യമുണ്ട്, ഹൗ ഡു യു ട്രീറ്റ് അതേഴ്സ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യന് അതിൻ്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ, ദർ ആർ നോ അതേഴ്സ്. അതേഴ്സ് എന്ന് പറയുന്നതില്ല. ബൈബിളിൽ തന്നെ ഉണ്ടല്ലോ, മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ വേണം നമ്മൾ അവരോടുള്ള പെരുമാറ്റം. നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പേരെന്താ? നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളയുടെ പേരെന്താ? അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇല്ലേ? മുഖ്യമന്ത്രിയുടെ പേര് ആർക്കും ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളയുടെ പേര് അറിയുന്നില്ല അല്ലേ? VD സതീശൻ. ഓക്കെ, VD സതീശൻ. ആൻഡ് വിദ്യാഭ്യാസ മന്ത്രിയോ? N ഷംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ? റോജി M ജോൺ. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിച്ചത്, നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ എഴുതിയ പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പുസ്തകത്തിൻ്റെ പേരാണ് ആദം നീ എവിടെയാകുന്നു. ബൈബിളിൽ നിന്നുള്ള 35 പ്രഭാഷണങ്ങളാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ദിവസവും ബൈബിൾ വായിക്കുന്നുണ്ട്. ബൈബിളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രചോദനവും. യേശുക്രിസ്തുവാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിലെ ഹീറോയും വഴികാട്ടിയുമെന്ന്. അപ്പം നമുക്ക് ഇതുപോലെ വായന വളരെ അനിവാര്യമാണ്. അപ്പം നിങ്ങൾ ഈ ഒരു വർഷം തുടങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ, പൂമ്പാറ്റയാകാം, ബാലരമയാകാം, ഇങ്ങനെയുള്ള നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ച് നിങ്ങൾ ശീലിക്കുക. വായിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയൊക്കെ അറിയാലോ അല്ലേ? വരികൾ വായിച്ചാൽ വളരും അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വായിക്കുക, പത്രവും വായിക്കുക. വായിച്ചാൽ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടില്ല, നേടാനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പരാജയങ്ങളെയും തോൽവികളെയും ഒക്കെ അതിജീവിച്ച്
മറ്റുള്ളവരെ സഹായിക്കുന്ന നന്മയുള്ള നല്ല ഹൃദയമുള്ള വ്യക്തികളാവുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ദൈവം സമൃദ്ധിയായിട്ട് നൽകട്ടെ, നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. ഫെഡറൽ ബാങ്കിൻ്റെ ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി? കഴിഞ്ഞല്ലേ? ഭക്ഷണം കൊടുത്ത് പിള്ളേർക്ക് കഴിഞ്ഞില്ലേ? അയ്യോ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോട്ടെ. കഴിഞ്ഞെങ്കിൽ ഭക്ഷണം കഴിക്കണം. നേരെ വീട്ടിലോട്ട്, അത് കുഴപ്പമില്ല. അതുപോലെ പള്ളുരുത്തി ഒരു സ്കൂളും, പള്ളുരുത്തി അവിടെയും കൂടുതൽ കയറിയിട്ട് പോകും. സ്കൂളാണ് നമ്മുടെ സെന്റ് തോമസ്, ആ പള്ളുരുത്തി സെന്റ് മേരീസിന്റെ സുറിയാനി പള്ളിയുടെ ബാക്ക് ടീച്ചർ ട്രാൻസ്ഫർ ആയി പോയി. എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ സാറ് ബിന്ദു സെബാസ്റ്റ്യൻ. അതെന്ത് പറ്റി പെട്ടെന്നായിരുന്നു? മാനേജ്മെന്റ് മാറ്റിയതാണ്. ഞാൻ ഇങ്ങോട്ട് പോകുന്നല്ലോ, അപ്പോൾ അതുപോലെ തന്നെ ഇടക്കിടക്കിങ്ങനെ മാറ്റൂലേ? എൻ്റെ അടുത്ത് ടീച്ചർ വിളിയോട് വിളിയായിരുന്നു. പുതിയ എന്തോ തിരുവൈരാണിക്കുളം അങ്ങോട്ടെങ്ങോട്ടാണ്. ഞാൻ പറഞ്ഞു അങ്ങോട്ട് കുറച്ച് ദൂരമല്ലേ. എന്നാൽ ഞാൻ പള്ളുരുത്തിയിലും കൂടെ ഒന്ന് കയറിയിട്ട് പോകണം. ഓക്കെ മാഡം.